നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഇടത് ചർച്ചകൾ എം സ്വരാജിലേക്ക് നീങ്ങുകയാണ്. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി വേണമെന്ന് പ്രവർത്തകർക്കിടയിൽ ആവശ്യമുണ്ട്. സ്വതന്ത്ര പരീക്ഷണം വേണ്ട എന്നും പൊതുവികാരമുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നുണ്ട്. അരുൺ, CPM-ൽ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ചർച്ചകൾ തിരക്കിട്ട് നടക്കുകയുമാണ്. എം സ്വരാജ് എന്ന പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു നിലമ്പൂരിൽ സജ്ജമാണ്, 24 മണിക്കൂറിനകം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നെന്ന്. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പ്രഖ്യാപിച്ചു, സജ്ജമാണെന്ന് വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ CPM സ്ഥാനാർത്ഥി എവിടെ എന്നൊരു ചോദ്യം ഉന്നയിക്കാൻ കോൺഗ്രസിന് നിലവിൽ UDF-ന് സാധിക്കുന്നുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ച ഒരു സമ്മർദ്ദമുണ്ട്. അതായത് കൃത്യമായി തന്നെ കോൺഗ്രസ് ക്യാമ്പ് നിരീക്ഷിക്കുകയായിരുന്നു CPM. അവിടെ നടക്കുന്ന നീക്കങ്ങൾക്കനുസരിച്ച് ഒരു സ്ഥാനാർത്ഥി നിർണയം എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേര് M സ്വരാജിൻ്റേത് തന്നെയാണ്. തുടക്കത്തിൽ തന്നെ M സ്വരാജിനെ മണ്ഡലത്തിലെ പ്രതിനിധി കൂടിയായതിനാൽ തന്നെ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിക്ക് ഇടയിൽ തന്നെ ഒരു വികാരമുണ്ട്. M സ്വരാജ് വരണം, ശക്തനായ ഒരു സ്ഥാനാർത്ഥി വരണം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്, നിലമ്പൂരിൽ സുപരിചിതനാണ്. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ തന്നെ വോട്ട് പോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഒന്നാമത്തെ വിലയിരുത്തൽ. ഒപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം പലയിടത്തും പാളിയതായി സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. പൊന്നാനിയിലെ സമീപകാലത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്തരത്തിലൊരു വിലയിരുത്തലാണ് CPM-നിടയിൽ തന്നെ ഉണ്ടായത്. അത്തരത്തിലൊരു വിമത അഭിപ്രായം കൂടി ഈ ഘട്ടത്തിൽ CPM-ന് മുന്നിലേക്ക് വന്നിരുന്നു. അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് കൂടിയാവാം ജില്ലാ സെക്രട്ടേറിയറ്റ് നേരത്തെ പറഞ്ഞത് ആവശ്യമെങ്കിൽ സ്വതന്ത്രനെ ഇനിയും പരീക്ഷിക്കാമെന്ന നിലപാടുണ്ടെങ്കിൽ പോലും ഈ ഒരു വികാരം കാര്യമായി തന്നെ CPM പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സ്വരാജ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വരാജ് എന്തായാലും മത്സരിക്കും. CPM-ന്റെ രീതി അങ്ങനെ തന്നെയാണ്. ആവശ്യം പാർട്ടിക്കിടയിൽ തന്നെ പ്രവർത്തകർക്കിടയിൽ ശക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊട്ടനവധി ഘടകങ്ങൾ കൂടിയുണ്ട്. ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ, പാർട്ടി ചിഹ്നത്തിൽ വോട്ട് പോൾ ചെയ്യപ്പെട്ടാൽ, കൃത്യമായ സംഘടനാ സംവിധാനത്തിൽ ഒരു ഏകോപനം നടന്നു കഴിഞ്ഞാൽ നിലമ്പൂർ പിടിച്ചെടുക്കാം എന്നുള്ളത് തന്നെയാണ്. നിലമ്പൂരിൽ നിലനിർത്താം. കാരണം രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി വിജയം അനിവാര്യമാണ്. 3.0 എന്നുള്ള അവരുടെ ആപ്തവാക്യം അവിടെയുണ്ട്. PV അൻവറിനെതിരായ രാഷ്ട്രീയ പോരാട്ടം അവിടെയുണ്ട്. അതിനെല്ലാം കരുത്തനായ ഒരു സ്ഥാനാർത്ഥി M സ്വരാജ് എന്ന പേരിലേക്ക് CPM ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം, സമവാക്യങ്ങൾ മാറാം, എല്ലാ സാധ്യതകളുമുണ്ട്. ഇപ്പോഴത്തെ പ്രഥമ പരിഗണന M സ്വരാജിനാകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചർച്ചകൾ നീങ്ങുന്നത് M സ്വരാജിലേക്കാണ് എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി വേണമെന്നുള്ളത് പ്രവർത്തകർക്കിടയിൽ ഒരു ആവശ്യമായിട്ട് ഉയരുന്നുണ്ട്. സ്വതന്ത്ര പരീക്ഷണം വേണ്ട എന്നും പൊതുവികാരമുണ്ട് എന്നുള്ളത്. എന്തായാലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ളതാണ് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.